രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇന്ന് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട. വടകരയിൽ കെ മുരളീധരൻ തന്നെയാകും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഇന്നൊരു അന്തിമ തീരുമാനമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ ആവശ്യം എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് തീർച്ചയായിട്ടും തെക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റത്തിന് വഴിതെളിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കർണാടക, തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള എല്ലാ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികളും ഈ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് അറിഞ്ഞപ്പോഴാണ് ഞങ്ങളും ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. ഏതായാലും കേരളത്തെ പരിഗണിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. വടകരയിൽ യാതൊരു സംശയവുമില്ല, കെ മുരളീധരൻ തന്നെയാണ്. അത് ഏകകണ്ഠമായി ഞങ്ങൾ നൽകിയ പേരാണ്. അപ്പോൾ ഇത് ഒരുമിച്ച് അനൗൺസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത്. വയനാടിന് പുറമെ കർണാടകത്തിലെ മണ്ഡലവും രാഹുൽ ഗാന്ധി മത്സരത്തിനായി പരിഗണിക്കുന്നതെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. മണ്ഡലം രാഹുൽ തെരഞ്ഞെടുത്താൽ പിന്നാലെ പ്രഖ്യാപനമുണ്ടാകും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ, ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ആർ കിരൺ ബാബു എന്നിവർ ചേരുന്നു. ആദ്യം ഉണ്ണിയിലേക്ക് പോയാൽ, ഉണ്ണി, കേരളത്തിലെ നേതാക്കൾ ഇപ്പോഴും ശുഭപ്രതീക്ഷയിലാണ്. രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് ശുഭകരമായ കാര്യം കേൾക്കാം, പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്ന രീതിയിലാണ്. ഇന്ന് ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ എന്തൊക്കെയാണ്? പ്രഖ്യാപനം രാഹുൽ വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? രഞ്ജിത്ത്, കേരളത്തിലെ നേതാക്കൾ പ്രതീക്ഷയുടെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് 5 ദിവസമാകുന്നു. ഇന്നെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന തരത്തിലാണ് അവർ വ്യക്തമാക്കുന്നത്. അതേസമയം കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് നൽകുന്നത്. ഇന്ന് പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെയും ഒപ്പം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്ന കർണാടകത്തിലെയും കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലാകുമെന്ന ഒരു ധാരണ അവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തീരുമാനമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അവർ പറയുന്നു. ഇന്നലെ രാഹുൽ ഗാന്ധി രാജസ്ഥാൻ സന്ദർശനത്തിലായിരുന്നു. രാത്രി അദ്ദേഹം തിരിച്ചെത്തി. ഇന്ന് ചില പരിപാടികൾ അദ്ദേഹത്തിന് നിശ്ചയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് OBC വകുപ്പിന്റെ പരിപാടിയുണ്ട്. മാത്രമല്ല ഇന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുമുണ്ട്. അതിന് മുന്നോടിയായി തന്നെ രാഹുലിന്റെ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഈ ഉന്നത നേതാക്കളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇതുവരെയും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നില്ല. വിവിധ നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. സോണിയാഗാന്ധി അടക്കമുള്ളവരുമായി കൂടിയാലോചന നടത്തിയെങ്കിലും രാഹുൽ ഗാന്ധി വ്യക്തമാക്കാത്ത ഒരു തീരുമാനം രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കണമോ എന്നത് സംബന്ധിച്ചാണ്. അമേത്തിയിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ മത്സരിക്കുമ്പോൾ തന്നെ ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മത്സരിക്കണമോ, അങ്ങനെ മത്സരിക്കാൻ തീരുമാനിക്കുകയാണ് അത് കേരളമോ കർണാടകമോ എന്നതാണ് രാഹുൽ ഗാന്ധിക്ക് മുന്നിലുള്ള ചോദ്യം. ഇക്കാര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഇന്ന് തീരുമാനമെടുക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്ന ചർച്ചകളിൽ പ്രധാനമായും കേരളത്തിലെയും കർണാടകത്തിലെയും 2 മണ്ഡലങ്ങളാണ് പരിഗണിച്ചിരുന്നത്. കർണാടകത്തിലെ ധാർവാഡ് മണ്ഡലമാണ് ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ഒഴിച്ചിട്ടിരിക്കുന്നത്. അവിടെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള വലിയ തർക്കമുണ്ട് സീറ്റിന് വേണ്ടി. ആ തർക്കത്തിന് പരിഹാരമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയെ നിർത്തിക്കൊണ്ടുവരിക, അങ്ങനെ കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗം കർണാടകയിൽ ഉടനീളം ഉണ്ടാക്കിയെടുക്കുക എന്നൊരു കണക്കുകൂട്ടലാണുള്ളത്. ഇനി ധാർവാഡ് മണ്ഡലമല്ല എങ്കിൽ കോൺഗ്രസിന് കുറെ കൂടി പരമ്പരാഗതമായി സുരക്ഷിതമായ മണ്ഡലമാണ് ബീദാർ മണ്ഡലം. ഇവിടെ 2 ഇടങ്ങളിലും BJPയുടെ സിറ്റിംഗ് മണ്ഡലമാണെങ്കിൽ കൂടിയും അത് പിടിച്ചെടുക്കാമെന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. അതേസമയം തന്നെ BJPയുമായി മത്സരം നേരിട്ട് നടത്തുന്നതാണ് കൂടുതൽ രാഷ്ട്രീയമായി ഉചിതമെന്ന അഭിപ്രായവും പല നേതാക്കളും പങ്കുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ BJPക്കെതിരെ മത്സരിച്ചുകൊണ്ട് അവിടെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അനിശ്ചിതത്വം വിജയിക്കുമോ എന്ന കാര്യത്തിൽ ഉണ്ടാകുമെന്ന് രാഹുലിന് തോന്നുകയാണെങ്കിൽ വയനാടാണ് ഏറ്റവും സുരക്ഷിത മണ്ഡലം. ന്യൂനപക്ഷ സ്വാധീനമുള്ള മണ്ഡലമാണ്. ഒപ്പം പരമ്പരാഗതമായി കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണെന്നൊരു ഗുണം കൂടിയുണ്ട്. അങ്ങനെ സുരക്ഷിത മണ്ഡലം രാഹുൽ തേടുകയാണ്. അമേഠിയിൽ BJPക്കെതിരെ പോരാട്ടത്തിൽ വിജയം ഉറപ്പില്ല എന്നൊരു സാഹചര്യത്തിലെങ്കിൽ വയനാട് തന്നെ രാഹുൽ തിരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കളുള്ളത്. വയനാട് മണ്ഡലത്തിൽ രാഹുൽ വരാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ വലിയ തരംഗമുണ്ടാക്കാം എന്നതിനോടൊപ്പം തന്നെ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതിന്റെ അലയൊലികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും രാഹുൽ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കേരളത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇറങ്ങാൻ പോകുന്നു. ഇനിയും വൈകിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിലെ 2 സീറ്റുകളിലേക്ക് കാര്യങ്ങൾ കുഴഞ്ഞു മറിയുമെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനും അങ്ങനെ ഒരു വിലയിരുത്തൽ തന്നെയാണുള്ളത്. ഉണ്ണി, രാഹുലിന്റെ കേരളത്തിലേക്കുള്ള വരവ്, ഇത് പ്രഖ്യാപനം കേരള നേതാക്കൾ ഉമ്മൻചാണ്ടി പുറത്തു വന്ന് പത്രക്കാരോട് പറഞ്ഞ് കേരളത്തെ ഞെട്ടിച്ച ആ പ്രഖ്യാപനം നടന്നിട്ട് 5ാമത്തെ ദിവസമാണ് ഇന്ന്.
അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഒരു കൃത്യമായ വിവരം ലഭിക്കാതിരുന്നതിന് 2-3 കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന്, രണ്ടാമത്തെ മണ്ഡലത്തിൽ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ രാഹുൽ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷത്തിന്റെ അടക്കം എതിർപ്പാണ്. ദേശീയതലത്തിൽ BJP ആണ് മുഖ്യശത്രു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തോട് മത്സരിക്കുന്നു എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്. ഇടതുപക്ഷ പാർട്ടികൾ ചില ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിനെ ഇക്കാര്യം അറിയിച്ചുവെന്നും അത്തരത്തിലൊരു പോരാട്ടം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ യെച്ചൂരിയുടെയൊക്കെ പ്രചരണത്തിൽ വയനാട് ഒഴിവാക്കിയ സാഹചര്യവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ഈ വിഷയത്തിൽ കേരളത്തിലുണ്ടായ ആശയക്കുഴപ്പം, കേരളത്തിലുണ്ടായ അനുകൂല സാഹചര്യം, കോൺഗ്രസിനുണ്ടായ അനുകൂല സാഹചര്യം, അതിനെയൊക്കെ ഇക്കാര്യങ്ങൾ പ്രതികൂലമായി ബാധിച്ചുവെന്നും അണികളുടെ അടക്കം വികാരത്തെ ഇത് വല്ലാതെ ബാധിച്ചുവെന്നുള്ള ബോധ്യം ഹൈക്കമാൻഡിന് ഉണ്ടായിട്ടുണ്ടോ? ഇനിയും ആ പ്രഖ്യാപനം ഒരുപക്ഷെ ഇല്ലാതായി കഴിഞ്ഞാൽ അത് കേരളത്തിലുണ്ടാക്കിയ വല്ലാത്തൊരു ഹൈപ്പ് അത് ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് ദേശീയ നേതൃത്വം കരുതുന്നത്? തീർച്ചയായും ഈ തീരുമാനം വൈകിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിട്ടുണ്ട്. കാരണം മുരളീധരന്റെ പ്രഖ്യാപനം വന്നു, എന്നിട്ടും അവിടുത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. വയനാടിനൊപ്പം വടകരയും പ്രഖ്യാപിക്കാമെന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റിവെച്ചു. അതൊക്കെ തന്നെ കോൺഗ്രസിന് സംസ്ഥാനത്ത് തുടക്കത്തിലുണ്ടായിരിക്കുന്ന വലിയൊരു എഡ്ജ് ഇല്ലാതാക്കാൻ വേണ്ടി കാരണമായിട്ടുണ്ട് എന്ന വിലയിരുത്തലുകളൊക്കെ തന്നെയുണ്ട്. അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ സ്വാഭാവികമായും ഹൈക്കമാൻഡിനും ഉണ്ടാകും. കാരണം കേരളത്തിന്റെ ചുമതലയുള്ള മുകുൾ വാസ്നിക്കിനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയുടെ ചുമതലയുള്ളത്. അദ്ദേഹം അടക്കമുള്ള നേതാക്കൾ കേരളത്തിലെ നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയായാലും രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി രാമചന്ദ്രനായാലും ഒക്കെ ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് എല്ലാ ദിവസവും ആവർത്തിക്കുന്നത് ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായി കൂടിയാണ്. ഇന്നെങ്കിലും തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ കൊഴിഞ്ഞു മറിയുമെന്ന് അവർക്ക് തുറന്നു പറയാൻ പറ്റാത്തതിന്റെ ഒരു പരോക്ഷമായ സൂചനയായി കൂടിയാണ് ഇന്നെങ്കിലും ഈ തീരുമാനം ഉണ്ടാകണമെന്ന് അവരുടെ പ്രതീക്ഷ പങ്കുവയ്ക്കലിനെ കാണേണ്ടത്. എന്നാൽ രാഹുൽ ഗാന്ധി ആകട്ടെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാതെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ മത്സരിക്കാൻ വരികയാണെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരമുയർത്തുന്നത് ഗുണകരമാകില്ല എന്നൊരു അഭിപ്രായം ഇതിനകം തന്നെ ദേശീയ നേതാക്കളിൽ പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. മറിച്ച് BJPക്കെതിരെ പോരാടണമെങ്കിൽ കർണാടകയിൽ പോയി മത്സരിക്കുക എന്നൊരു നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇടതു പാർട്ടികളുടെ ഉന്നത നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ തന്നെ NCP നേതാവ് ശരത് പവാർ അടക്കമുള്ളവർ വഴി ഈ തീരുമാനവും അതൃപ്തിയും ഒക്കെ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ കൃത്യമായി രാഹുൽ ഗാന്ധിക്ക് മുമ്പാകെ അതൃപ്തി എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അന്തിമ തീരുമാനത്തിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കർണാടക തിരഞ്ഞെടുക്കുമോ കേരളം തിരഞ്ഞെടുക്കുമോ എന്നൊരു വിഷയം അവിടെ തന്നെയാണ് വരുന്നത്. രാഷ്ട്രീയമായ ശരിമയേക്കാൾ ഉപരി സ്വന്തം സുരക്ഷിതമായ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാനുള്ള സ്വന്തം ഭദ്രതയായിരിക്കുമോ രാഹുൽ ഗാന്ധി നോക്കുക എന്നത് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം. ഏതായാലും ഇനിയും തീരുമാനം നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സങ്കീർണമായ സാഹചര്യത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക. ആ ഒരു ബോധ്യം ഹൈക്കമാൻഡിന് കൂടി ഉണ്ട് എന്നത് വേണം ചില നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അവർ തന്നെയാണ് പറയുന്നത് ഇന്ന് തീരുമാനമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത്. ഇന്നൊരു പക്ഷേ തീരുമാനം ഉണ്ടായില്ല എന്ന് കരുതുക, അപ്പോൾ ഒരുപക്ഷെ സോണിയാഗാന്ധി ബെല്ലാരിയിൽ മത്സരിക്കാൻ എത്തിയതുപോലെ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസമൊക്കെ രാഹുൽ ഗാന്ധിയെ കളത്തിലിറക്കാനുള്ള ശ്രമവും പ്രതീക്ഷിക്കാം. ഉണ്ണി, അതായത് കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന കാര്യത്തിൽ നമ്മുടെ നേതാക്കൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിലും അക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കർണാടക എന്ന വലിയൊരു സാധ്യത കിടക്കുന്നു. അവിടെ കോൺഗ്രസിന് ഈ 3 മണ്ഡലങ്ങളും അത്ര സേഫായ മണ്ഡലങ്ങളല്ല എന്ന ഒരു കാരണം മാത്രമാകില്ലേ ഒരുപക്ഷെ കർണാടക വേണ്ടെന്ന് വെച്ചാൽ സംഭവിക്കുക? മറുവശത്ത് BJPക്കെതിരെ മത്സരിക്കണം എന്ന ശക്തമായ തീരുമാനം ഹൈക്കമാൻഡിലെ മറ്റു നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ രാഹുൽ കർണാടക തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയും കിടക്കുകയല്ലേ? രഞ്ജിത്ത് ആദ്യം പറഞ്ഞത് തന്നെയാണ് വിഷയം. കർണാടകയിൽ രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ മത്സരിക്കാം. അവിടെ നിന്നും കേരളത്തിലേതുപോലെ തന്നെ നേതാക്കളുടെ ആവശ്യം വരുന്നിട്ടുണ്ട്. പക്ഷേ അവിടെ പ്രശ്നം ഭദ്രമായൊരു മണ്ഡലം രാഹുൽ ഗാന്ധിക്കില്ല, സുരക്ഷിതമായൊരു മണ്ഡലം, പൂർണ്ണ വിജയപ്രതീക്ഷയുള്ള മണ്ഡലമില്ല എന്നത് തന്നെയാണ്. ബിദാർ മണ്ഡലമാണ് നേരത്തെ ഉയർന്നു കേട്ടിരുന്നത്. പക്ഷേ ബിദാറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെയും സിറ്റിംഗ് BJP MP ആണുള്ളത്. മാത്രമല്ല ധാർവാഡാണ് മറ്റൊരു മണ്ഡലം. അവിടെ BJP 2 തവണ തുടർച്ചയായി ജയിച്ച മണ്ഡലമാണ്. ആ രീതിയിൽ വലിയ ശക്തമായ മത്സരം വെല്ലുവിളി നേരിടേണ്ടി വരും കോൺഗ്രസിന് എന്ന കാര്യം ഉറപ്പാണ്. ഇനിയിപ്പോൾ വളരെ സുരക്ഷിതമായ ബെല്ലാരി അടക്കമുള്ള മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഇത് സംവരണ മണ്ഡലമായി മാറിയിട്ടുണ്ട്, കോൺഗ്രസിന്റെ സുരക്ഷിതമായ മണ്ഡലങ്ങൾ. മാത്രമല്ല ദക്ഷിണ കർണാടകയിൽ പല സീറ്റുകളിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി ഇന്നലെ കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി കർണാടകം മത്സരിക്കാനായി തിരഞ്ഞെടുത്താലും അദ്ദേഹത്തിന് വിജയം ഉറപ്പാക്കുക എന്നത് കോൺഗ്രസിന് വലിയ വെല്ലുവിളിയാണ്. അമേഠിയിൽ വളരെ ശക്തമായ മത്സരം നടക്കുന്നു. സ്മൃതി ഇറാനി അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതേസമയം തന്നെ ദക്ഷിണേന്ത്യയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ആ മണ്ഡലത്തിൽ വിജയം ഉറപ്പാക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമാണ്. അങ്ങനെ വളരെ സുരക്ഷിതമായി കടന്നു കയറാൻ അല്ലെങ്കിൽ വിജയിച്ച് കയറാൻ പറ്റിയ ഒരു മണ്ഡലം വയനാടാണ്. ന്യൂനപക്ഷ സ്വാധീനമുള്ള മണ്ഡലമാണ്. ആ രീതിയിൽ അതിന് വ്യാഖ്യാനിക്കാം. ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന വിശദീകരണം നൽകാം. ആ രീതിയിൽ വളരെ സുരക്ഷിതമായി വയനാട്ടിൽ നിന്ന് മനു ഭരതും ചേരുന്നുണ്ട് നമുക്കൊപ്പം. കിരൺ, കേരള നേതാക്കൾ ഇന്ന് പുറത്തു വന്ന മാധ്യമങ്ങളെ കണ്ട
രമേശ് ചെന്നിത്തല അടക്കം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്. ഇനി ഒരു തീരുമാനം മറിച്ചാകുന്ന സാഹചര്യവും ഉണ്ണി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കർണാടകയിലെ 3 മണ്ഡലങ്ങൾ രാഹുൽ ഗാന്ധിക്ക് മുന്നിലുണ്ട്. ഇതുവരെ ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ആദ്യമുണ്ടായ ആവേശമൊക്കെ നേതാക്കൾക്ക് തണുക്കുന്ന കാഴ്ചയും കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കാണുന്നതാണ്. ഇത് ഏത് രീതിയിൽ കേരളത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെ ബാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും വയനാടും വടകരയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ എന്ന വിലയിരുത്തൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? രഞ്ജിത്ത്, കോൺഗ്രസിന്റെ നേതാക്കൾ, ഏറ്റവും പ്രധാനപ്പെട്ട 3 നേതാക്കൾ, ഇതിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമാണ് തുടക്കം മുതൽ രാഹുൽ ഗാന്ധി വരും എന്ന മട്ടിൽ തന്നെ പ്രതികരണം നടത്തുന്നത്. മറ്റ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, അനുകൂലമായി പ്രതികരിച്ചേക്കും എന്ന മട്ടിലാണ് പ്രതികരണം നടത്തിയത്. ഈ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയും തുടർന്നുള്ള ദിവസങ്ങളിലും രാഹുൽ ഗാന്ധി ഏകദേശം വരും എന്ന അവർ തികഞ്ഞ ആത്മവിശ്വാസത്തോടുള്ള പ്രതികരണമാണ് നടത്തിയത്. ഇന്ന് രാവിലെയും പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അതുതന്നെയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന്. തുടക്കം മുതൽ ഈ ആത്മവിശ്വാസം നിലനിർത്തി തന്നെയാണ് നേതാക്കൾ പോകുന്നത്. പക്ഷേ തുടക്കത്തിൽ അണികൾക്കുണ്ടായിരുന്ന വലിയ ആവേശം, ആ ആവേശം ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുന്നു. അണികളിലാകെ ഒരു വലിയ സംശയമുണ്ട്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ വരവ് ഉണ്ടാക്കിയ ഒരു വർദ്ധിത വീര്യമുണ്ട് UDF അണികൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്ക്. ആ വീര്യത്തിൽ അവർക്ക് ഇപ്പോഴും സംശയമുണ്ട്, ഇനി ഇങ്ങനെ വരാതിരിക്കുമോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിൽ ഒരു ഉറപ്പില്ലായ്മ ഇപ്പോഴും അവർക്കുണ്ട്. ഇത് താഴെ തട്ടിലടക്കം ബാധിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളെ ഇതുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, അനുകൂലമായ തീരുമാനം തന്നെ ഉണ്ടാവും. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയെ വെച്ച് ഇങ്ങനെ ഒരു തെറ്റായ ഒരു പ്രചരണം ഞങ്ങൾ നടത്താൻ തയ്യാറാവില്ല, ഞങ്ങൾക്ക് അതിൽ ഉറപ്പുണ്ട് എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് ഭാഗത്തു നിന്ന് ഇതുവരെ ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. നേരത്തെ ഉണ്ണി സൂചിപ്പിച്ചതുപോലെ ഹൈക്കമാൻഡ് മുന്നിൽ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. കേരള നേതാക്കളെ സംബന്ധിച്ച് കേരളത്തിൽ രാഹുൽ ഗാന്ധി എത്തിയാൽ സ്വാഭാവികമായും 20 മണ്ഡലങ്ങളിലും അതിൻ്റെ ഏറിയും കുറഞ്ഞും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. അത് കേരളത്തിൽ വലിയ ഉണർവാണ്. പാർട്ടി പ്രവർത്തകരെ ആകെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാക്കാനടക്കം കഴിയും. എന്നാൽ ദേശീയ നേതൃത്വത്തിന്, കേരള നേതൃത്വത്തിന്റെ ഈ തീരുമാനം മാത്രം നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ താല്പര്യം മാത്രം നോക്കിക്കൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല. അവർക്ക് കേരളത്തിൽ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെയാണ്. ദേശീയ തലത്തിൽ BJPക്കെതിരെ വലിയ പോരാട്ടം നയിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇടതുപക്ഷമടക്കം BJPക്കെതിരെ അത്തരം ഒരു പോരാട്ടത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സഹായിക്കാൻ നിൽക്കുന്ന പ്രസ്ഥാനമാണ്. അതിൽ ഏറെക്കുറെ പരസ്യമായി തന്നെ അവർ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്തരം സഹകരണം അടക്കമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ വന്ന് ഇടതുമുന്നണിക്കെതിരെ മത്സരിക്കുന്നത് ഏത് തരത്തിൽ ഗുണപ്പെടും, അല്ലെങ്കിൽ ഏത് തരത്തിലെ സന്ദേശമാണ് നൽകുന്നത് എന്നടക്കം ഹൈക്കമാൻഡ് പരിഗണിക്കാൻ നിരവധി വിഷയങ്ങളുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാവും തീരുമാനമെടുക്കുന്നത്. അപ്പോഴും കേരളത്തിലെ നേതാക്കളെ സംബന്ധിച്ച് അവർ ആത്മവിശ്വാസത്തിലാണ്, കേരളത്തിൽ വരുമെന്നും കേരളത്തിൽ മത്സരിക്കുമെന്നും. ആ ഒരു സന്ദേശമാണ് താഴെത്തട്ടിലേക്ക് തിരിച്ചു വരാം. മനു ഭരത് വയനാട്ടിൽ നിന്നും ചേരുന്നുണ്ട്. മനു, ഇന്ന് ഒരു മുഖ്യധാരാ പത്രം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. സിദ്ദിഖിൻ്റെതായ ചില വാക്കുകളാണ്. താൻ തന്നെയായിരിക്കും വയനാട്ടിൽ സ്ഥാനാർത്ഥി, താൻ നാളെ നോമിനേഷൻ നൽകും എന്ന രീതിയിൽ. ആ വാർത്തയ്ക്ക് എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? സിദ്ദിഖിന്റെ പ്രതികരണം തേടാനായിട്ടുണ്ടോ? വയനാട്ടിൽ നിന്ന് ലഭിക്കുന്ന അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, സിദ്ദിഖ് അല്പസമയം ശേഷം ഇവിടെ എത്തും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബത്തേരിയിലെ മണ്ഡലം കൺവെൻഷൻ നടക്കുന്ന UDF മണ്ഡലം കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്താണ്. ഇപ്പോൾ സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലൊരു പ്രസ്താവന തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ്. ഏതായാലും ഇവിടുത്തെ ഒരു പൊതുവികാരം നമുക്ക് ചോദിച്ചറിയാനുണ്ട്. DCC ജനറൽ സെക്രട്ടറി, KPCC അംഗം നമ്മളോട് എന്ത് തോന്നുന്നു? രാഹുൽ ഗാന്ധിയുടെ ഒരു വരവിനെ എങ്ങനെയാണ് ഇത് കാണുന്നത്? ഞങ്ങൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ വരവിനെ സ്ഥാനാർത്ഥിത്വത്തെ നമ്മൾ പ്രതീക്ഷിച്ചത്. എന്തെങ്കിലും തരത്തിലൊരു ഉറപ്പ് ഇപ്പോഴും ഈ മണ്ഡലത്തിൽ? പൂർണ്ണ ഉറപ്പ് ഞങ്ങൾക്ക് ഐക്യജനാധിപത്യ മുന്നണിക്ക് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുന്നുള്ള കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതാണ് ഞങ്ങൾക്ക് KPCC നേതൃത്വവും AICC നേതൃത്വവും DCCക്ക് നൽകിയ സൂചനയും അത് തന്നെയാണ്. ആ പ്രഖ്യാപനം പക്ഷേ തുടർച്ചയായി നീണ്ടുപോകുന്നു. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പത്തിന് ഇടവെക്കുന്നുണ്ടോ? ഒരു ആശയക്കുഴപ്പവും വയനാട് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലില്ല. ഏത് സമയം നോമിനേഷൻ കൊടുക്കുന്നതിന് മുന്നേ ഏത് സമയത്ത് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും വയനാട്ടിലൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നം. അതിനനുസരിച്ച് ഞങ്ങളെ ബൂത്ത് കമ്മിറ്റി, ഐക്യജനാധിപത്യ മുന്നണിയുടെ ബൂത്ത് കമ്മിറ്റികളൊക്കെ സുസജ്ജമാണ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നം. എന്ത് തോന്നുന്നു പ്രവർത്തകർക്കിടയിൽ മറ്റൊരു വികാരം എന്താണ് പൊതുവേ ഉള്ളത്? പ്രവർത്തകർ വളരെയധികം സന്തോഷത്തിലാണ്. വളരെയധികം അഭിമാനത്തോടു കൂടി തന്നെയാണ് പ്രവർത്തകരെല്ലാവരും നിലകൊള്ളുന്നത്. കാരണം രാഹുൽജി വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും വെച്ച് പുലർത്തുന്നത്. അതിന് തക്കതായുള്ളൊരു പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നും പറയാം. വ്യാപകമായി ഗ്രാസ് റൂട്ടിൽ തന്നെ പ്രവർത്തനങ്ങളൊന്നും മന്ദീഭവിച്ചിട്ടില്ല. പ്രവർത്തനങ്ങൾ അതിൻ്റെതായ എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തോടു കൂടി നിയോജകമണ്ഡലം കൺവെൻഷനുകൾ തീരുകയാണ്. നാളത്തെ കഴിഞ്ഞ് മുതൽ പഞ്ചായത്ത് തല കൺവെൻഷനുകൾ 1-2 തീയതികളിലായിട്ട് ബൂത്ത് കൺവെൻഷനുകളും തീരുകയാണ്. പ്രവർത്തകരെല്ലാം ഫീൽഡിൽ തന്നെയാണ്.
എന്ത് തോന്നുന്നു, എങ്ങനെയുണ്ട് ഘടകകക്ഷികളൊക്കെ എന്ത് പറയുന്നു, എന്താണ് ഇവരുടെ നിലപാട്? ഘടകകക്ഷികളൊക്കെ വളരെ ആത്മവിശ്വാസത്തിലാണ്. രാഹുൽജി വന്നാൽ 20 സീറ്റും കേരളത്തിൽ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. എന്ത് തോന്നുന്നു, എന്താണ് ഇവിടുത്തെ ഒരു മൂഡ്? എന്ത് തോന്നുന്നു, രാഹുൽജി വരില്ല എന്നൊരു ആശങ്കയുണ്ടോ പ്രവർത്തകർക്കിടയിൽ? ഒരു താമസിച്ചതിൽ വന്ന ഒരു ഇതുണ്ട്. പക്ഷേ എന്നാൽ പോലും ആ തുടക്കം പറഞ്ഞ ഇതിൽ തന്നെ രാഹുൽ ഗാന്ധി വയനാട് ജില്ലയിൽ വയനാട് പാർലമെന്റ് സൂചന തന്നെയാണ് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എല്ലാം പങ്കുവെക്കുന്നതും. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇന്നലെ വീണ്ടും പറഞ്ഞല്ലോ, രണ്ടാമതൊരു സീറ്റ് മത്സരിക്കുന്നത് വയനാട് തന്നെ ആയിരിക്കുമെന്നുള്ള ഒരു ഇത് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആത്മവിശ്വാസത്തിലാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരും, വയനാട് പാർലമെന്റ് സീറ്റിലായിരിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രവർത്തകർ അത് വളരെ ആവേശത്തോടു കൂടിയാണ് ഇപ്പോഴും ഉൾക്കൊള്ളുന്നതും അവരുടെ മനസ്സിലുള്ളത്. എന്ത് തോന്നുന്നു, എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഔട്ട്കം ഇന്നുണ്ടാകും എന്നാണോ കരുതേണ്ടത്? ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ന് അടുത്ത നിമിഷങ്ങളിൽ തന്നെ ഉണ്ടാകും. ഓരോ നിമിഷം കഴിയുന്തോറും ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കും. പക്ഷേ മറുഭാഗത്ത് LDF വലിയ തോതിൽ പ്രചരണം ശക്തമാക്കിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി വരും എന്ന നിലയിൽ അവർ കരുത്തുറ്റ ഒരു പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണ്ണയം വൈകുന്നത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുണ്ട്? ഇല്ല, സ്വാഭാവികമായിട്ട് UDF സംബന്ധിച്ച് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും LDF ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനം വളരെ ബഹുദൂരം മുൻപോട്ട് പോയതിനു ശേഷമാണ് UDF എല്ലാ സമയങ്ങളിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് UDF സംബന്ധിച്ച് ഈ നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ വിജയം സുരക്ഷിതമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം രാഹുൽജി വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുക. രഞ്ജിത്ത്, ഇവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും ഒരു പൊതുവികാരം, എല്ലാവരും തന്നെ രാഹുൽ ഗാന്ധി വരും എന്നൊരു പ്രതീക്ഷയെ വെച്ചു പുലർത്തുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ അത്തരത്തിലൊരു സൂചന തന്നെയാണ് ഇവിടെ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും മറിച്ചൊരു പ്രസ്താവന പത്രത്തിൽ T സിദ്ദിഖിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആരായുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു പ്രസ്താവന താൻ നൽകിയിട്ടില്ല എന്നാണ് T സിദ്ദിഖ് ന്യൂസ് 18നോട് പറഞ്ഞത്. മാത്രവുമല്ല, അദ്ദേഹവും രാഹുൽ ഗാന്ധിയുടെ വരവിന് എല്ലാവിധ പ്രതീക്ഷയോടും തന്നെ ഉറ്റുനോക്കുന്നു എന്നതാണ് നൽകുന്നത്. ഏതായാലും വലിയ ആവേശത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും UDFും ഇവിടെ രാഹുൽ ഗാന്ധി വിട്ടുവെക്കുമ്പോൾ തന്നെ LDFും സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് കൂടുതൽ ശക്തമായവരുടെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുക. കിരൺ, ഇത്തരത്തിലാണ് കാര്യങ്ങൾ. വയനാട്ടിലെ പ്രവർത്തകർ ഇപ്പോഴും വിശ്വസിക്കുന്നു, നേതാക്കളും വിശ്വസിക്കുന്നു രാഹുൽ ഗാന്ധി വരുമെന്ന രീതിയിൽ. പക്ഷെ അപ്പോഴും T സിദ്ദിഖിൻ്റെതായി ഒരു പത്രത്തിൽ വന്ന ഒരു വാർത്ത, അതും വലിയ ചർച്ച ചെയ്യുകയാണ് കേരളം. താനായിരിക്കും സ്ഥാനാർത്ഥി, രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരില്ല, താൻ നാളെ നോമിനേഷൻ കൊടുക്കുമെന്ന രീതിയിൽ. അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? സിദ്ദിഖിന്റെ ഗുരുവായ ഉമ്മൻചാണ്ടിയാണല്ലോ ആദ്യം വന്ന് മാധ്യമപ്രവർത്തകരോട് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമെന്ന് വ്യക്തമാക്കിയത്. അതല്ല എന്ന രീതിയിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഹൈക്കമാൻഡിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടോ? അതിന്റെ സൂചനകൾ വല്ലതും ലഭിക്കുന്നുണ്ടോ കിരൺ, തിരുവനന്തപുരത്ത് നിന്ന്? രഞ്ജിത്ത്, ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവിനെ സൂചിപ്പിച്ചത് കേരളത്തിലെ പ്രധാന നേതാക്കൾ തന്നെയാണ്. എന്നാൽ ഈ നേതാക്കൾ ഈ രാഹുൽ ഗാന്ധി വരില്ല എന്ന മട്ടിൽ ഏതെങ്കിലും ഒരു പ്രതികരണം ഈ നേതാക്കൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു സൂചന ലഭിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർ തീർച്ചയായും അവരുടെ പ്രതികരണങ്ങളിൽ അത് ഏറെക്കുറെ വ്യക്തമാകുമായിരുന്നു. ഇത് രാവിലെ അല്പസമയം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചത്. അപ്പോഴും അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പറഞ്ഞത്, ഇന്ന് തീരുമാനമുണ്ടാവും, അനുകൂലമായ പ്രഖ്യാപനം ഉണ്ടാവും എന്ന് തന്നെയാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഏതെങ്കിലും തരത്തിൽ അതിന് മറിച്ച് ഒരു തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ സിദ്ദിഖിനെ പോലെ ഒരാൾ അങ്ങനെ ഒരു മറിച്ചൊരു തീരുമാനമെടുക്കാനോ ഇന്ന് നോമിനേഷൻ കൊടുക്കും എന്ന മട്ടിൽ ഏതെങ്കിലും പ്രതികരിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എന്നാൽ പ്രധാന നേതാക്കളാരും ഇങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ അറിയേണ്ട 3 പ്രധാന നേതാക്കളാണ്. ഒന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല. ഈ 3 നേതാക്കളാണ് ആദ്യമായി തന്നെ ഇത് അറിയേണ്ടത്. മറ്റൊന്ന് കേരളത്തിലുള്ള പ്രധാന നേതാവ് KC വേണുഗോപാലാണ്. ഇവരാരും തന്നെ ഇങ്ങനെ ഒരു സന്ദേശം താഴെത്തട്ടിലേക്ക് ഇതുവരെ നൽകിയതായി നമുക്കറിവില്ല. DCCകൾക്കടക്കം നൽകിയിട്ടുള്ള സന്ദേശം രാഹുൽ ഗാന്ധിയുടെ വരവിനെ കുറിച്ച് അനുകൂലമായ സന്ദേശമാണ്. ഇങ്ങനെ വരവുണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറായിരിക്കണം, എല്ലാവിധ ഒരുക്കങ്ങളും തയ്യാറായിരിക്കണം. ദേശീയ അധ്യക്ഷനാണ്, അതിനുള്ള മുന്നൊരുക്കങ്ങൾ വേണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയത്. അതുതന്നെയാണ് നേരത്തെ നമ്മൾ കേട്ട DCC നേതാക്കന്മാരുടെ വാക്കുകൾ വ്യക്തമാകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉറപ്പോടുകൂടി ഒരു നിർദ്ദേശം അവർക്ക് നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ വരവ്. അങ്ങനെ ഒരു അനുകൂലമായ പ്രതീക്ഷ തന്നെയാണ് കേരള നേതാക്കളെ സംബന്ധിച്ചുള്ളത്. ഇനി തീരുമാനമെടുക്കേണ്ടത് സ്വാഭാവികമായും ഹൈക്കമാൻഡാണ്. കേരള നേതാക്കളുടെ താല്പര്യവും കേരളത്തിലെ കോൺഗ്രസിന്റെ താല്പര്യത്തിനും അപ്പുറം മറ്റു പലതും കണക്കാക്കേണ്ടതുണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിന്. അതുകൂടി കണക്കിലെടുത്താവും സ്വാഭാവികമായും ദേശീയ തലത്തിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടാവുക. കിരൺ ബാബുവും ഒപ്പം മനു ഭരതും ഉണ്ണിയുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ വരവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത്. ഏതായാലും അനിശ്ചിതത്വം ഇന്ന് അവസാനിക്കുമെന്ന് കരുതാം. രാഹുൽ ഏതെങ്കിലും ഒരു മണ്ഡലം തിരഞ്ഞെടുക്കുമോ അതോ രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കേണ്ട തീരുമാനമെടുക്കുമോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും.